കണ്ണൂരിലെ സയൻസ് പാർക്കിൻ്റെ മുറ്റമാണ് ഇത്. ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യത്തിൽ തമാശ തോന്നുന്നു. നമ്മുടെ മാധ്യമങ്ങൾക്ക് സാഹിത്യകാരന്മാർ തുമ്മിയാലും അനങ്ങിയാലും വാർത്തയാണ്. കാർ സമ്മാനിക്കുന്നതും ഒസ്യത്തെഴുതുന്നതും ഒക്കെ ഇവിടെ ആവശ്യത്തിലധികം ആഘോഷിക്കപ്പെടുന്നു. മീഡിയ തീരെ അവഗണിക്കുന്ന വൈജ്ഞാനിക സാഹിത്യം എന്നൊരു ശാഖയുണ്ട് നമുക്ക്. ഡോക്ടർ കെ ഭാസ്കരൻ നായർക്കും PT ഭാസ്കര പണിക്കർക്കും ഒക്കെ ശേഷം ഈ ശാഖയിൽ വിലപ്പെട്ട സംഭാവന നൽകിയ പള്ളിയറ ശ്രീധരൻ മാഷിനെ പരിചയപ്പെടും. വിദ്യാർത്ഥികളിൽ ഭയം കൂട്ടുന്നതാണ് നമ്മുടെ ഗണിതശാസ്ത്ര അധ്യാപന രീതിയും ഗണിത പുസ്തകങ്ങളും. എന്നാൽ കഥകളിലൂടെയും പഴഞ്ചൊല്ലുകളിലൂടെയും കളികളിലൂടെയും ഗണിതം ലളിതമാക്കിയ ഒരാളുണ്ട് ഇങ്ങ് കണ്ണൂരിൽ. ഒരു മാന്ത്രികന്റെ കൗശലത്തോടെ അക്കങ്ങളെയും വരകളെയും പുസ്തകങ്ങളിലൂടെ പരിചയപ്പെടുത്തിയ പള്ളിയറ ശ്രീധരനാണ് ഇത്. അമിതമായ താല്പര്യം കണക്കിൽ 100 മാർക്ക് പാകുന്ന അങ്ങനെയുള്ള അമിതമായ രീതിയിലുള്ള താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു ഗണിതശാസ്ത്ര അധ്യാപനമായിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രയാസം എന്നെ ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ചും വളരെ രസകരമായ പല കാര്യങ്ങളും വസ്തുക്കളും ഉണ്ടായിരിക്കുക, അതൊന്നും കുട്ടികൾക്ക് അജ്ഞാതമാണ്. കുട്ടികൾക്ക് വളരെ വിരസമായ കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ രസകരമായ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അതിൽ കൂടി താല്പര്യം കാണിക്കും. അതോടെ ഈ രംഗത്തേക്ക് വരുമെന്നാണ് എൻ്റെ അഭിപ്രായം. ചെറുകഥകളിലൂടെ സാഹിത്യരംഗത്ത് പ്രവേശിച്ച പള്ളിയറ ശ്രീധരൻ 1978 ചില ഗണിതശാസ്ത്ര ലേഖനങ്ങൾ സമാഹരിച്ച് പ്രകൃതിയിലെ ഗണിതം എന്ന ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. കുട്ടികളെ കണക്ക് പഠിപ്പിക്കാൻ ഗണിതശാസ്ത്ര പുസ്തകരചനയ്ക്കിറങ്ങിയ ഈ അധ്യാപകൻ ഇപ്പോൾ 62 പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞു. വളരെ യാദൃശ്യമായാണ് ഗണിതശാസ്ത്ര മേഖല വരുന്നത്. ഒരു സ്കൂളിലെ സോവനീറിന് വേണ്ടി ഒരു ഗണിതശാസ്ത്രത്തിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലേഖനം പ്രസിദ്ധീകരിക്കാനിടയായി. അന്ന് ആ ലേഖനം കണ്ട ഒരു അധ്യാപകൻ, ഒരു ശാസ്ത്ര അധ്യാപകൻ ഈ ലേഖനം വായിക്കുകയും, നോവലുകളും കഥകളൊക്കെ എഴുതാൻ ധാരാളം പേരുണ്ടെങ്കിലും ഗണിതശാസ്ത്ര സംബന്ധമായ വിഷയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് മലയാളത്തിൽ അങ്ങനെ കഥകളോ അല്ലെങ്കിൽ ആവശ്യമായ രീതിയിലുള്ള റീഡിംഗ് മെറ്റീരിയൽസോ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് നികത്താൻ എന്ന നിലയിൽ കഥകളിൽ നിന്ന് മാറിക്കൊണ്ട് ഈ രംഗത്ത് വന്നാൽ കൊള്ളാമെന്നുള്ള ഒരു അഭിപ്രായം എൻ്റെ സഹപ്രവർത്തനായിരുന്ന ഒരു അധ്യാപകൻ സൂചിപ്പിക്കുകയുണ്ടായി. അന്ന് കണ്ണൂരിൽ ഡോക്ടർ കെ ഭാസ്കരൻ നായർ താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും പ്രശസ്തരായ ഒരു ശാസ്ത്ര അധ്യാപകനാണ്. അപ്പോൾ ഈ പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ അഭിനന്ദനം എന്നെ അറിയിച്ചു. കാരണം ഈ ഗണിതശാസ്ത്ര രംഗത്ത് പ്രത്യേകിച്ചും വിരസമായ ഒരു വിഷയത്തിൽ അധികരിച്ച് പുസ്തകം എഴുതുക, കുട്ടികൾക്ക് രസകരമായ രീതിയിലേക്ക് ആകർഷിക്കപ്പെടുക വളരെ ഒരു സേവനമാണ്. ഒരു കഥയോ കവിതയോ എഴുതുന്നത് 100 കണക്കിന് ആളുകളുണ്ടാവും. അപ്പോൾ ഇതിന് ഉള്ള ഒരു ഐഡന്റിറ്റി എന്തായാലും ശ്രീധരൻ കിട്ടും. പിന്നെ ഈ രംഗത്തേക്ക് മുന്നേറണമെന്ന് അദ്ദേഹം നിർദ്ദേശമനുസരിച്ചാണ് ഞാൻ ഇതിന് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായി. ഇവിടെ കൂടാളി ഹൈസ്കൂൾ, ഞാൻ അവിടെ അധ്യാപകനായിരുന്നു, വിദ്യാർത്ഥി കൂടിയായിരുന്നു. അപ്പോൾ കൂടാളി ഹൈസ്കൂളിൽ കേരളത്തിലെ ഏറ്റവും നല്ല സ്കൂൾ തിരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ഈ സ്റ്റേറ്റ് തലത്തിൽ. കുട്ടികളുടെ ഹൈസ്കൂൾ സന്ദർശിക്കാൻ വേണ്ടി അത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ, പിന്നെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ, അങ്ങനെയുള്ള ആൾക്കാർ വരുന്ന ഒരു അസസ്മെൻറ്റ് കമ്മിറ്റി. അപ്പോൾ സാധാരണ അധ്യാപകരുടെ പ്രവർത്തനങ്ങൾ കൂടി അവരുടെ പഠന വിധേയമാക്കുന്നുണ്ട്. അപ്പോൾ കൂടാതെ ഇത് ഈ അധ്യാപകർക്ക് നോക്കിയപ്പോഴും എൻ്റെ ഒരു പുസ്തകം, അപ്പോൾ നമ്മുടെ സ്കൂളിലെ അധ്യാപകൻ എഴുതിയാണ് ഒരു വലിയ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പ്രകൃതി ഈ പുസ്തകം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അത് വായിച്ചപ്പോൾ അത് ഒന്ന് മറിച്ച് നോക്കിയപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഒരു മാത്സ് ടീച്ചറായിരുന്നു, മീനാക്ഷി കുട്ടിയമ്മ. അപ്പോൾ അവരെ എന്നെ വിളിച്ച് പ്രത്യേകം ഇതേ പറഞ്ഞു ഭാസ്കർ നായർ പോലെ തന്നെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞത്. കാരണം എന്നോട് പ്രത്യേകം വിളിച്ച് ചോദിച്ചു ഏതെന്തൊക്കെയാണ് പ്രവർത്തനം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കണക്കിനോട് അങ്ങനെ പ്രത്യേകിച്ച് കൂടുതൽ താല്പര്യമൊന്നുമില്ല. ഒരു ഗണിതശാസ്ത്ര അധ്യാപക നിലയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു കണക്ക് രസകരം അവതരിപ്പിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ ക്രോഡീകരിച്ചു എന്നല്ലാതെ ഗണിതത്തോടെ അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. എൻ്റെ താല്പര്യം ഈ പറഞ്ഞ കഥയും നോവലും നാടകമൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ടീച്ചറും പറഞ്ഞത് അത് പോരാ, ഈ മുന്നോട്ട് പോകണം. മാത്രമല്ല ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അധ്യാപകർക്ക് വിദ്യാർത്ഥികൾക്ക് പ്രയോജനമായ രീതിയിൽ സപ്ലിമെൻ്ററി റീഡിംഗ് മെറ്റീരിയൽസ് എഴുതാൻ വേണ്ടി ഞാൻ കുറച്ച് ആൾ വിളിക്കുന്നുണ്ട്, അത് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞു. അങ്ങനെ ഓരോ മാസത്തിനകം തന്നെ തിരുവനന്തപുരത്ത് ക്ഷണിച്ചു. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിച്ചു എന്ന് മാത്രമല്ല, ഇവയൊക്കെ വൈവിധ്യം പുലർത്തുന്നവ കൂടിയാണ്. ഗണിത വിജ്ഞാനകോശം പോലെയുള്ള റഫറൻസ് ഗ്രന്ഥങ്ങൾ, കഥകൾ, ജീവചരിത്രങ്ങൾ, നാടകങ്ങൾ, വിവർത്തനങ്ങൾ, കവിത,
സാങ്കേതിക ശാസ്ത്രം, പുനരാഖ്യാനങ്ങൾ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ രചിച്ച പള്ളിയറ ശ്രീധരൻ ഇന്ത്യൻ ഭാഷകളിൽ ഏറ്റവും കൂടുതൽ ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട, അതായത് സ്കൂളുമായി ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിന്റെ രചനയില്ല. അങ്ങനെ എന്റെ ലക്ഷ്യമേ അല്ല. ഗണിതശാസ്ത്ര ചരിത്രത്തിൽ ഭാരതത്തിന്റെ ഏറ്റവും മികച്ച സംഭാവനയായ പൂജ്യത്തിന്റെ കഥ രസകരമായി അവതരിപ്പിച്ച പള്ളിയറയുടെ പൂജ്യത്തിന്റെ കഥ എന്ന പുസ്തകത്തിന് കേരള സാഹിത്യ അക്കാദമി എൻഡോവ്മെന്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഭാരത് എക്സലൻസ് അവാർഡ് തുടങ്ങി ബാലസാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിന്റെ പുരസ്കാരം വരെ പള്ളിയറ ശ്രീധരനെ തേടിയെത്തിയിട്ടുണ്ട്. ഓരോ ആഴ്ച വീതമാണ് ഓരോരോ അവാർഡുകൾ ഇപ്പോഴാണ് അംഗീകരിക്കപ്പെടുന്നത്. ഇതൊക്കെ കിട്ടുന്നത് വളരെ മുമ്പേ. പക്ഷെ അത്തരത്തിലായിരുന്നെങ്കിൽ ശ്രീധരൻ മാഷ് ഒരു പക്ഷേ ഇതിനു മുമ്പേ തന്നെ പലതുമായി മാറിയേനെ. കണക്കിലെ രസകരമായ കളികൾ കഥാരൂപത്തിലാണ് മിക്ക പുസ്തകങ്ങളിലും അവതരിപ്പിക്കുന്നത്. ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന വിധത്തിലുള്ള ക്രമീകരണവും പള്ളിയറയുടെ പുസ്തകങ്ങളെ ശ്രദ്ധേയമാക്കുന്നു. സങ്കീർണമായ ഗണിതക്രിയകൾ പഴഞ്ചൊല്ലുകളുടെയും മറ്റും രൂപത്തിൽ അവതരിപ്പിക്കുന്ന പള്ളിയറ കണക്കിനെ അതേ രീതിയിൽ അവതരിപ്പിച്ചാൽ ആരും ശ്രദ്ധിക്കില്ലെന്ന അഭിപ്രായക്കാരനാണ്. കണക്ക് അതിന്റെ ഏറ്റവും ഒരു വിരസമായ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ കണക്ക് പഠിപ്പിക്കാൻ പാടില്ല. കണക്കല്ല പഠിപ്പിക്കേണ്ടത്. കണക്ക് മറ്റ് പലതും പഠിക്കുന്ന കൂട്ടത്തിൽ കണക്ക് വരണം. കാരണം പ്രകൃതിയിലെ പലതും കാണുന്നത് ഉള്ള പോലെ. ഇപ്പോൾ നമ്മുടെ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, ഇപ്പം ഇരുമ്പ് സത്ത് മനുഷ്യന് ആവശ്യമാണ്. അതുകൊണ്ട് ഇരുമ്പ് ആരും കഴിക്കാറില്ല. ഇരുമ്പ് അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ കഴിക്കുക. അതുപോലെ ഗണിതം ഏതാണ്ട് വിറ്റാമിൻ അല്ലെങ്കിൽ അവശ്യ വസ്തു പോലെയുള്ള ഒരു ഘടകം പോലെയാണ്, ഒരു പോഷക വസ്തുക്കൾ പോലെയാണ്. അപ്പോൾ ഈ പോഷക വസ്തുക്കൾ നേരിട്ട് കൊടുക്കാതെ ഒരു വ്യത്യസ്തമായ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് ഏറ്റവും രസകരമായി അനുഭവപ്പെടും. വിദ്യാഭ്യാസ വകുപ്പിന്റെ സിലബസ് കമ്മിറ്റിയിലും ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിലും അംഗമായ പള്ളിയറ ശ്രീധരൻ ആര്യഭട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസിന്റെ സ്ഥാപക ഡയറക്ടറായിരുന്നു. ഗണിതത്തെ രസകരമാക്കി വായനക്കാരിലെത്തിക്കുന്ന ഇദ്ദേഹം അനന്ത സാധ്യതകളുള്ള ഗണിതത്തെ മലയാളത്തിൽ ഒരു സാഹിത്യ ശാഖയാക്കി മാറ്റി. ഗണിതവുമായിട്ട് ബന്ധപ്പെടാത്ത യാതൊരു വിജ്ഞാന ശാഖയോ മേഖലയോ ഇല്ല. ഇപ്പോൾ നമ്മൾ ഏത് ഉദാഹരണം വേണമെങ്കിലും ചൂണ്ടിക്കാണിക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ കവിത എടുക്കാം. അതിന് ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ വൃത്തത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ്. വൃത്തം എന്താണ്? കേകാവൃത്തം എന്ന് നോക്കൂ. 2 3 3 2 2 എഴുത്തുകൾ 14 6 ഗണം 12 എന്നൊക്കെയാണ്. അപ്പോൾ ഒരു ഗദ്യത്തെ പദ്യമാക്കുന്നത് യഥാർത്ഥ ഗണിതമാണ്. കൂടാലി ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന പള്ളിയറ ശ്രീധരൻ വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങി ഇപ്പോൾ പൂർണ്ണമായും അക്കങ്ങളുടെയും കള്ളികളുടെയും വരകളുടെയും ലോകത്താണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇനിയും ഒരു 5-10 പുസ്തകങ്ങൾ എൻ്റെ മാറ്റർ എഴുതാനുണ്ട്. ഇപ്പം മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന തയ്യാറുള്ള പുസ്തകങ്ങൾ തന്നെ 10 ഇനിയും എഴുതാനുണ്ട്. ബാലഭാവന വികസിപ്പിക്കുന്നതിലും കുട്ടികളിൽ പ്രശ്നപരിഹാരം സ്വയം കണ്ടെത്താനുള്ള ആഭിമുഖ്യം വളർത്തുന്നതിലും അവരെ യുക്തിസഹമായി ചിന്തിപ്പിക്കുന്നതിലും അതുവഴി സ്വാശ്രയത്വം വളർത്തിയെടുക്കുന്നതിലും പള്ളിയറ ശ്രീധരന്റെ രചനകൾ മികവു കാട്ടുന്നു. എങ്കിലും ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഇതുവരെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ അധികൃതർ തയ്യാറായിട്ടില്ല.